ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ടായിട്ടും അധികൃതരുടെ വീഴ്ച മൂലം മതിയായ ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കാതെ കുട്ടനാട്ടിൽ രോഗികൾ വലയുന്നു. 5 പഞ്ചായത്തുകളുടെ ഏക ആശ്വാസമായ ചമ്പക്കുളത്തെ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. ഇവിടെ സർവീസുകൾ ഒന്നൊന്നായി നിർത്തി ആശുപത്രി അടച്ചുപൂട്ടാനാണ് നീക്കം നടക്കുന്നത്. കുട്ടനാട്ടിലെ നെടുമുടി, ചമ്പക്കുളം, കൈനഗിരി, തകഴി, എടത്വ തുടങ്ങിയ പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ഏക ആശ്രയമാണ് ചമ്പക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രം. 47 കിടക്കകളും 7 ഡോക്ടർമാരും ഉണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ പേരിന് മാത്രമാണ് ചികിത്സ നടക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ രാവിലെ ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരില്ല ചികിത്സിക്കാൻ, ഉച്ച കഴിഞ്ഞ് ഡോക്ടർമാരില്ല. അത്യാവശ്യമായിട്ടൊരു കുഞ്ഞുങ്ങൾക്കൊരു രാത്രി പനിയായിട്ടോ അല്ലെ വീട്ടിലുള്ളവർക്കൊരു വയറ്റിളക്കമായിട്ട് വന്നാൽ അടുത്തൊരു ആശുപത്രിയാണ് ഇത്. ഇവിടെ ഇങ്ങനെയുള്ള അവസ്ഥകളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ മാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും അപകടം സംഭവിച്ചെത്തുന്ന രോഗികൾക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. രാത്രി കാലഘട്ടത്തിൽ ഒരു ആശുപത്രിയിൽ ഇവിടെ ഒരു അപകടം ഉണ്ടായ പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായി പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർമാരില്ല നോക്കാനായിട്ട്. അത്ര കണ്ട് ഒരു യുക്തമായ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു അടിയന്തരമായിട്ട് ഡോക്ടർമാർ ഇവിടെ വേണം. ഗുരുതരമായി പരിക്കേറ്റെത്തുന്ന രോഗികൾക്ക് കടത്തു കടന്ന കിലോമീറ്ററുകൾ താണ്ടി മെഡിക്കൽ കോളേജിലെത്തേണ്ട അവസ്ഥയാണ്. പോസ്റ്റ്മോർട്ടവും കിടത്തി ചികിത്സയും പ്രസവവും അടക്കം നടന്നിരുന്ന ആശുപത്രിയിൽ വിവിധ ഫണ്ടുകൾ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപ മുടക്കി പണിത കെട്ടിടങ്ങൾ അടച്ചുപൂട്ടി കിടക്കുകയാണ്. ഇപ്പോഴുള്ള 3 ഡോക്ടർമാരുടെ സേവനം ഉച്ചകഴിഞ്ഞും ഓൺ കോളിൽ ലഭ്യമാകേണ്ടതാണ്. എന്നാൽ ഇതും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.